നിങ്ങൾ മെയിൽ അയക്കാൻ വേണ്ടിയിട്ട് ചാറ്റ് GPT നോക്കി കോപ്പി ചെയ്ത് അയക്കുന്നവരാണോ? അതല്ലെങ്കിൽ എന്തെങ്കിലും മെസ്സേജിന് റിപ്ലൈ കൊടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കോണ്ടൻറ്റ് ക്രിയേഷനകത്ത് ജസ്റ്റ് പോസ്റ്റ് ചെയ്യാനോ അങ്ങനെയൊക്കെ നമ്മൾ ചാറ്റ് GPT നോക്കിയിട്ട് അതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്യാറുണ്ടല്ലേ? അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാറ്റ് GPT ജനറേറ്റ് ചെയ്യുന്ന ടെക്സ്റ്റിനകത്ത് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഹൈഫൻസ് വരാറുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചാറ്റ് GPT കുറച്ച് റീഡബിലിറ്റിക്കും അതിനൊക്കെ വേണ്ടിയിട്ട് ഇടയ്ക്ക് കുറച്ച് ഹൈഫൻസ് ഇടുന്നതാണ്. പക്ഷേ നമ്മൾക്ക് ഈ ഒരു പോസ്റ്റ് കാണുമ്പോൾ തന്നെ ഈ ഒരു ഹൈഫൻസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ചാറ്റ് GPT വഴി ജനറേറ്റ് ചെയ്തതാണെന്ന്. കഴിഞ്ഞ ദിവസം ഞാനൊരു റീല് കണ്ടായിരുന്നു കേട്ടോ. ഒരു ഫേമസ് ഇൻഫ്ലുവൻസറിൻ്റെ റീലാണ്. അപ്പം ഒരു സബ്സ്ക്രൈബർ അവർക്ക് അയച്ച ഒരു ഇമോഷണലായിട്ടുള്ളൊരു മെയിൽ എൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കാണ്. അപ്പോൾ ഭയങ്കര ഇമോഷണലായിട്ടുള്ളൊരു മെയിലാണ്. പക്ഷേ അതിലിടയ്ക്ക് എല്ലാം ഇതുപോലെ കുറേ ഹൈഫൻസ്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ചാറ്റ് GPT ജനറേറ്റ് ചെയ്ത മെയിലാണെന്ന്. അപ്പം നമുക്ക് ആ ഒരു ഇമോഷണൽ ഫീൽ അങ്ങ് കുറഞ്ഞു വന്നില്ലേ അങ്ങനെ. അപ്പോൾ നിങ്ങൾ ചാറ്റ് GPT വഴി ടെക്സ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഹൈഫൻസ് വരുന്നുണ്ടോ എന്ന്. ഞാനിതുപോലെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചാറ്റ് GPTനോട് ചോദിച്ചു എന്തിനാ ഈ ഇടയ്ക്കിടയ്ക്ക് ഹൈഫൻസ് ഇടുന്നതെന്ന്. അപ്പോൾ ചാറ്റ് GPT പറഞ്ഞത് അത് റീഡബിലിറ്റിക്ക് വേണ്ടിയിട്ടും ഒരു പ്രൊഫഷണൽ ഒരു ടോണിന് വേണ്ടിയിട്ടും കൺസിസ്റ്റൻസിക്ക് വേണ്ടിയിട്ടൊക്കെയാണ് ഹൈഫൻസ് ഇടുന്നത്. വേണമെന്നുണ്ടെങ്കിൽ ഹൈഫൻസിനെ ഞാൻ റിമൂവ് ചെയ്തേക്കാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ യെസ് റിമൂവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഓക്കെ മെമ്മറി അപ്ഡേറ്റ് ചെയ്ത് ഇനി മുതൽ ഹൈഫൻസ് ഇടത്തില്ല എന്നൊക്കെ ചാറ്റ് GPT റിപ്ലൈ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി മെയിൽ അയക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലെ ആ ടെക്സ്റ്റ് അതുപോലെ കോപ്പി ചെയ്യുമ്പം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ ഫുൾ സ്റ്റോപ്പോ കോമയോ ഒക്കെ വേണ്ടിടത്തൊക്കെ ഹൈഫൻസ് ആയിരിക്കും. അപ്പോൾ അതൊന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ അധികം മനസ്സിലാവത്തില്ല അല്ലേ. ഇതുപോലെ കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് ചാറ്റ് GPT നിന്നാണ് ക്രിയേറ്റ് ചെയ്തതെന്ന് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന രീതിയിൽ. ഇതുപോലെ നിങ്ങൾക്ക് ഈ ഹൈഫൻസ് അല്ലാതെ വേറെ ഓക്കെ ഈ ഒരു ടേം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചാറ്റ് GPT നിന്നാണ് എന്ന് മനസ്സിലാകും എന്നെന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.